എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 11, 2026. ഓക്കെ, ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തില്ല. ഇന്നലെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. ഇന്നും അതേപോലെ തന്നെ ചെറിയൊരു ട്രേഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം മാർക്കറ്റ് പക്ക സൈഡ് വൈസ് ആണ്. ഞാൻ ജസ്റ്റ് നിഫ്റ്റിയുടെ ലെവൽസ് കാണിച്ചു തരാം. പക്ഷേ ഗോൾഡിൽ നമുക്ക് ഇന്നലെയും ഇന്നും ആയിട്ട് നല്ല നല്ല ട്രേഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത്. ഇന്നലത്തെ സംഭവിച്ചത് ഇതാണ് ഇന്നലെ സംഭവിച്ചത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്കൊരു പുട്ട് സൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അതേപോലെ തന്നെ പുട്ട് സൈഡിലൊരു ട്രേഡ് കിട്ടി. അതിനുശേഷം നമ്മളൊരു സപ്പോർട്ടിൽ വന്ന സമയത്ത് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗോൾഡിലേക്ക് പോകാം. അതിനുശേഷം നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. ഗോൾഡിൽ ഇന്നലെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീക്കിലി ചാർട്ടിനെ പറ്റി പറയാം. ONDയുടെ 5 മിനിറ്റ് ചാർട്ടാണ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മൺഡേ ഫസ്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ നമ്മളെ മീൻസ് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് തന്നെ നമ്മളെ ലെവലിൻ്റെ മേലെയാണ്. ഇതാണ് നമ്മളെ ലെവൽസ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഉണ്ടായിരുന്നത് എന്താണ്, ഓൾറെഡി ഒരു 3 ലെവലാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 ലെവൽ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്രൈഡേ നമ്മളെ ലെവലിൻ്റെ മേലെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ് SL ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 19 പോയിൻറ്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്ത് ലെവൽ വരുന്നുണ്ട്. 19, 17 പോയിൻറ്റ്, 18 പോയിൻറ്റ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീക്കിലി ലെവലാണ്. നമുക്ക് വലിയ ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും നമ്മൾ 10 പോയിൻറ്റ് ടാർഗറ്റിന് വേണ്ടി നോക്കില്ല. അപ്പോൾ നമ്മളെ ലെവലിന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 125 പോയിൻറ്റ് മാർക്കറ്റ് മേലോട്ട് പോയിട്ടുണ്ട്. സ്റ്റിൽ എന്താണ് മാർക്കറ്റ് നമ്മളെ ലെവലിൻ്റെ മേലെ തന്നെയാണുള്ളത് അല്ലേ. ഇപ്പോഴത്തെ ലെവൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 66 പോയിൻറ്റ് മാർക്കറ്റ് നമ്മളെ ലെവലിൻ്റെ മേലെയാണുള്ളത്. കാരണം ഇന്നലെയാണ് ആക്റ്റീവായത്. സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്ത് 120 പോയിൻറ്റ് പോയി. സ്റ്റിൽ മാർക്കറ്റ് ആ ലെവലിലാണ് ഉള്ളത്. ഇത് വീക്കിലി ലെവലാണ്. അപ്പോൾ ഫ്രൈഡേ വരെ ഇത് വാലിഡ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ലെവൽ. ഓക്കെ, അതിനുശേഷം ഇൻട്രാഡേയിലേക്ക് പോവാം. ഗോൾഡിൻ്റെ 1 മിനിറ്റ് ചാർട്ടിലാണ് നമ്മൾ നോക്കുന്നത്. TVCയുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനകത്തും നോക്കുന്നുണ്ട്. ONDയുടെ ചാർട്ട്, TVC. OND എന്ന് പറയുന്നത് നമ്മൾ വീക്കിലി ലെവൽ നോക്കുന്നുണ്ട്. TVC നമ്മൾ ഇൻട്രാഡേ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് ഡിസ്കസ് ചെയ്യുക. മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെയുള്ള സമയത്ത് ഏകദേശം ഈ ഒരു ടൈമിലാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു 40യുടെ ലെവൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലെവൽസ് എന്ന് പറയുന്നത് 37 to 40 ആയിരുന്നു. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്ത് റിജക്ഷൻ അടിച്ചു. ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതിന് ശേഷമാണ് പറയുന്നത്. ഓക്കെ, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ എന്താണ് കൊടുക്കുന്നത് അത് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ പറയാറുള്ളൂ. അവിടെ കൊടുക്കാത്ത ഒരു ലെവൽ ഞാനിവിടെ വന്നിട്ട് സംസാരിക്കാറില്ല. ഓക്കെ, അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ, ഫോറക്സിലായിക്കോട്ടെ, ഒരു കാര്യങ്ങൾ എല്ലാ ലെവൽസും അവിടെ എന്താണ് കൊടുക്കുന്നത് അത് മാത്രമേ ഞാൻ ഇവിടെ പറയാറുള്ളൂ. നമുക്ക് വാട്സാപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളുടെ കമ്മ്യൂണിറ്റിയാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും വന്നിട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള വോളിയം പ്രൊഫൈലിൻ്റെ ചാർട്ട് അടക്കമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് ഞാൻ ഗോൾഡിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ നമ്മൾ യൂട്യൂബിൽ കൂടുതലായിട്ട് ഇടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി യൂട്യൂബിൽ ഇടുന്നത് നിഫ്റ്റിയുടെ ലെവൽസും കാര്യങ്ങളൊക്കെ കാരണം ഗോൾഡ് എന്ന് പറയുന്നത് 24 hours ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ലെവൽ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഞാൻ രാവിലെ ആ ലെവൽ മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ലെവൽ കണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ലെവൽ മാറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗോൾഡിനെ പറ്റി കൂടുതലായിട്ട് പറയാത്തത്. ഗോൾഡിൽ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 40യുടെ എബോവ് എന്ന് പറഞ്ഞു. മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം നമ്മളെ ലെവലിൽ വന്നു, റീടെസ്റ്റ് എടുത്തു, അവിടെ നിന്ന് എന്ത് ചെയ്തു, റിജക്ഷൻ അടിച്ച് ഫാൾ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 40യുടെ എബോവ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒറ്റ ക്യാൻഡിൽ പോലും 37 താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഹെവി ആയിട്ട് ഷൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 100 പോയിൻറ്റിൻ്റെ മേലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് എന്താണ് 95 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 35 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു 3 പോയിൻറ്റ് റിസ്ക്കിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, 95 പോയിൻറ്റ് മൂവ് ചെയ്തത്. 3 പോയിൻറ്റ് റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മളെ ലെവലിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ SL എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 1 മിനിറ്റിലാണ് നോക്കുന്നത്. വലിയ ക്യാൻഡിൽ 1 മിനിറ്റിൽ ക്ലോസ് ചെയ്താലാണ് നമ്മളെ എന്ത് ചെയ്യുക, എൻട്രി നമ്മളിത് ഇൻവാലിഡായി മാറും. ഓക്കെ, ഇതാണ് ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ലോജിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 52യുടെ എബോവ് മാർക്കറ്റ് 52.7ൻ്റെ എബോവ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ഈ പ്രൊഫൈൽ ഞാൻ എവിടെ വരെ വരച്ചിട്ടുള്ളത്, അവിടെ എവിടെയാണ് സെല്ലേഴ്സ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് നമ്മളെ കോഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സെല്ലേഴ്സ് എന്ത് ചെയ്യും, എക്സിറ്റ് ആയി പോകും. അപ്പോൾ മാർക്കറ്റ് പ്യുവർ ബുള്ളിഷായി മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ, മാർക്കറ്റ് ലെവലിൻ്റെ മേലെ ക്ലോസ് കിട്ടി അല്ലേ, ഇവിടെയൊക്കെ റിജക്ഷൻ അടിച്ചു, ഒരുപാട് പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ക്ലോസ് കിട്ടി, മാർക്കറ്റ് ബൂസ്റ്റ് അടിച്ചു, മാർക്കറ്റ് തിരിച്ചു വന്നു കറക്റ്റ് നമ്മളെ ലെവൽ. ഒരു ക്യാൻഡിൽ പോലും ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. ടെലിഗ്രാമിൽ ഇട്ടോ എനിക്ക് ഓർമ്മയില്ല. ഓൾമോസ്റ്റ് നമ്മൾ 80 പോയിൻറ്റിൻ്റെ അടുത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ SL എന്ന് പറയുന്നത് സ്റ്റിൽ ഇതിൻ്റെ താഴെ തന്നെയാണ് അല്ലേ. ഒരു ക്യാൻഡിൽ താഴെ പോയി, പക്ഷേ ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ആകെ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമാണ് ഉള്ളൂ. ഓക്കെ, 3 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്, 3 പോയിൻറ്റ് SL എന്നല്ല പറയുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ SL എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് പോയി. അതിന് വേറെ എൻട്രി കാര്യങ്ങളൊന്നും ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്തില്ല, നമുക്ക് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 70 ആ റേഞ്ചിൽ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റ് ഓൾമോസ്റ്റ് 55 വരെ മാർക്കറ്റ് പോയി, 15 പോയിൻറ്റ് പോയി. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ലെവൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഈ ലെവൽ എന്ന് പറയുന്നത് ഹെവി ബൈയിങ് സോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലെടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം ഇപ്പം ഞാനൊരു സെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണ്, ഓക്കെ, 4402 ടു 4405 ഒരു സോണ് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ ഇത് സപ്പോർട്ട് സോണാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് മാർക്കറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 86 ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന്. അപ്പോൾ അവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 17-16 പോയിൻറ്റിൻ്റെ ഈസി ആയിട്ടുള്ള ടാർഗറ്റ് കിട്ടി. സ്റ്റിൽ മാർക്കറ്റ് അവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു താഴത്തെ ലെവലും കൂടെ ഒരു ഹെവി സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. 69 ടു 65 എന്നുള്ള ലെവൽ സപ്പോർട്ട് സോണാണ്. അതേപോലെ തന്നെ ഇത് മേലത്തെ എന്താണ്, റെസിസ്റ്റൻസ് സോണും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൊടുത്ത ട്രേഡ് നമുക്ക് രാവിലെ ഇന്നലെ എടുത്ത ബൈ നമ്മളത് ക്ലോസ് ചെയ്തു, മാന്യമായ പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സെല്ല് എടുത്ത ഒരുപാട് ആളുകൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവലിലാണ് ബെൻഡായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നിന്ന് നല്ല രീതിയിൽ സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. താഴെ നിന്നാണ് ഞാൻ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത്. ബൈ ഞാൻ എടുത്തിട്ടില്ല. ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളവർക്ക് ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെ മേലെ ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. എടുക്കേണ്ടവർക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വീണ്ടും സെല്ല് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 3 ട്രേഡ് എടുത്തിട്ടുണ്ടായി. 3 ട്രേഡിലും മാന്യമായ പ്രോഫിറ്റ്. നമ്മൾ എത്രയാണ് റിസ്ക് എടുത്തത് അതിനെക്കാട്ടിയും പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ അവിടെ കൊടുത്ത കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം വേറെ ഒരു ട്രേഡ് GBP AUDയിൽ ഇന്നലെ 2 ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനുള്ള ലെവൽസാണ്. സെല്ല് ചെയ്യാനുള്ള ലെവൽസ് ഇതാണ്, സെല്ല് ചെയ്യാനുള്ള ലെവൽസ്. അതിനുശേഷം ഇതിൻ്റെ മേലെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ റീടെസ്റ്റിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, SL എന്ന് പറയുന്നത് സെല്ല് ചെയ്യാനാണെങ്കിൽ ഇതായിരിക്കും SL. നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അവിടെ 0.016% ആണ് വരുന്നത് നമ്മൾ SL എന്ന് പറയുന്നത്. ഓക്കെ, 1:3 സെൽ സൈഡിൽ വന്നു. അതിനുശേഷം ബൈ സൈഡിൽ ആക്റ്റീവായി. സെയിം അത്ര തന്നെ നമുക്ക് SL ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:60 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിവാർഡ് തന്നിട്ടുണ്ട്. അത്ര ബുക്ക് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ കാരണം വെച്ചാൽ ഇത് ഞാൻ ഓൾറെഡി കൊടുത്തതാണ്, സെറ്റപ്പ് അടക്കം കൊടുത്തതാണ്. ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് ഈസി ആയിട്ട് ബൂം ചെയ്ത് പോയി. 1:10 വേണമെങ്കിൽ 1:10 നോക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് റിസ്ക് എടുക്കുന്നത്, 1:4 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹാഫ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി എടുത്ത ട്രെയിലോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ലെവൽസ് പക്കയാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റിൻ്റെ മേലെ പോയി താഴെ നിന്ന് ഫസ്റ്റ് ക്യാൻഡിൽ വന്നു, സപ്പോർട്ട് എടുത്ത് പോയി. അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് 1:4 വന്നു. വീണ്ടും മാർക്കറ്റ് വന്നു, അവിടെ നിന്ന് മാർക്കറ്റ് പോയി. വീണ്ടും മാർക്കറ്റ് വന്നു, അവിടെ നിന്ന് മാർക്കറ്റ് പോയി. ഇപ്പോൾ പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡൗൺ ആയി. ഇപ്പോൾ ഈ 2 ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തതിന് ശേഷം ഈ ലെവലൊക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡിലേക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്നലെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഇത് റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ നമുക്ക് ബൈയിനുള്ള പ്ലാൻ ഞാൻ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ മാർക്കറ്റ് പോയി റീടെസ്റ്റ് നമുക്ക് ബൈയിനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴെ വന്നു. അതിനുശേഷം നമ്മളിത് സപ്പോർട്ട് സോണാണ്, പക്ഷേ മാർക്കറ്റ് ഇവിടെ വരെ വന്നില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് കയറിപ്പോയി. ഓൾറെഡി ഞാനൊരു സിയുടെ ചാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, സിയുടെ ചാർട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇതാണ് സിയുടെ ചാർട്ട് ഉണ്ടായിരുന്നത് അല്ലേ, ഒരു പ്രൊഫൈൽ. ഒരു മിനിറ്റ്,
ഇതായിരിക്കും ഞാൻ കൊടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതിനുശേഷം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് തന്നെയാണ് സംഭവം. മാർക്കറ്റ് നമുക്ക് പുട്ട് സൈഡിൽ ആദ്യം എൻട്രി വന്നു. അതിനുശേഷം ഞാൻ ഈ സിയുടെ ചാർട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിൽ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പുട്ട് നെക്സ്റ്റ് ഒരു മൂവ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കോളിൽ എടുത്തിട്ടില്ല. കോളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാന്യമായ പ്രോഫിറ്റ് വന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 113 ആയിരിക്കും നമുക്ക് SL ആയിട്ട് വരുന്നത്. മാർക്കറ്റ് 120 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു സോൺ തന്നെയാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് 9:10 മണി റേഞ്ചിലൊക്കെയാണ് ഞാൻ കൊടുത്തത്. അവിടെ അത് നല്ല രീതിയിൽ കയറിപ്പോയി. ഏകദേശം ഒരു 10-60 പോയിന്റ് കയറിപ്പോയി. ഇന്ന് അത് ഓപ്പൺ ചെയ്തു. അങ്ങനെ നേരെ താഴെയാണ് മാർക്കറ്റ് നേരെ വന്നു. അത് 0 ആയി മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് പുട്ട് സൈഡിൽ നമുക്ക് മോർണിംഗിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇവിടെ എടുക്കില്ല, കാരണം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്കുകളുടെ റീസൺ അടക്കം ഞാൻ സീനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ വേറെ സെറ്റപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെതായ സെല്ലാണ്. പക്ഷേ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് നമ്മളെടുത്ത് സെക്കൻഡ് ട്രേഡ് നമുക്ക് റീടെസ്റ്റിലാണ് നോക്കിയത്. പക്ഷേ മാർക്കറ്റ് വന്നില്ല. മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ കളിച്ച് അവിടെ പോയി ക്ലോസ് ചെയ്തു. എടുത്ത ട്രേഡ് നമുക്ക് പ്രോഫിറ്റായി. സി സൈഡിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല. പുട്ട് സൈഡിലേക്ക് നമ്മൾ രണ്ടാമത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റീടെസ്റ്റ് ആയിരുന്നു വെയിറ്റ് ചെയ്ത്, പക്ഷേ മാർക്കറ്റ് വന്നില്ല. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇന്നലത്തെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, പുട്ട് സൈഡിലേക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് അവിടെ നിന്ന് കയറിപ്പോയി. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് ഏകദേശം 10 മണി മുതൽ 3:30 വരെ മാർക്കറ്റ് ഇത് തന്നെ കളിച്ചത്. ഇതിനകത്ത് പ്രീമിയത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് ആകെ ഒരു മൂവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഒരു മൂവ് ഉണ്ടാവും. ഒരു 11 മണിക്ക് ശേഷം മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു മൂവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, നിഫ്റ്റിക്കകത്ത്. അപ്പോൾ ഗോൾഡിലാണ് നമുക്ക് ഇന്നലെ ഇന്നുമായിട്ട് നല്ല പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എല്ലാ ദിവസം അറിയാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിഫ്റ്റി ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ട്രെൻഡിങ് ആവില്ല അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 ദിവസമായി മാർക്കറ്റ് ഇത് തന്നെയാണ് അവസ്ഥ. അതിന് മുന്നേ ഒറ്റ ദിവസം മാർക്കറ്റിൽ മൂവ് ചെയ്തു അല്ലേ. ഇതെന്ന് പറയുമ്പോൾ എന്നാണ്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് സെൻസെക്സിൽ മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സെൻസെക്സിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ഇതാണ് സംഭവിച്ചത്. സ്റ്റിൽ നമുക്ക് വെള്ളിയാഴ്ച ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റി. തിങ്കൾ ചൊവ്വയാണ് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ട്രേഡ് എടുത്തു. പക്ഷേ വലിയൊരു ടാർഗറ്റ് കിട്ടിയില്ല. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യാതെ നമ്മൾ വലിയ ടാർഗറ്റ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി ഗോൾഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽസുകൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് അത് മീൻസ് നിങ്ങൾ ഇനി ഇത് കണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഞാൻ ചിലപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാലിഡ് ആവില്ല. അപ്പോൾ വേണമെങ്കിൽ ആളുകൾക്ക് നാളത്തേക്ക് വേണമെങ്കിൽ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെഗറ്റീവ് മാർക്കറ്റ് വരണമെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പക്ക നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ലെവൽ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇത് നാളെ നമുക്ക് പ്രത്യേകിച്ച് നാളെ ഇപ്പം മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ലെവലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ മാർക്കറ്റ് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ നമ്മളെ ലെവൽസ് മാറുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ആണെങ്കിൽ ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ലെവൽ ഒരു സപ്പോർട്ട് സോണാണ്, ഇത് റെസിസ്റ്റൻസ് ആണ്, മേലെയുള്ള സോണുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയ SL ഏകദേശം 4 പോയിന്റ് 5 പോയിൻ്റൊക്കെയാണ്. ക്യാൻഡിൽ ക്ലോസ് വരുമ്പോൾ ചിലപ്പോൾ 5 എന്നുള്ളത് 7 പോയിൻ്റായി മാറും. ആ ഒരു ലെവലിലൊക്കെയാണ് നമ്മളെ ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. വോളിയം പ്രൊഫൈൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. ഓരോ അഡ്വാൻസ് ആയിട്ടുള്ള ലെവൽസ് ലൈവിലുള്ള ലെവൽസെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.